ഈ വരുന്ന 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും വളരെ വലിയ തോതിലുള്ള പോരാട്ടങ്ങൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും ത്രികോണ പോരാട്ടങ്ങൾ കടുത്ത രീതിയിൽ നടക്കുമെന്ന കാര്യവും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യവും വ്യക്തമാണ്. രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കുന്നത്? LDF നേട്ടമുണ്ടാകുമോ? LDF ഒരു തുടർഭരണം ഉണ്ടാകുമോ? അതല്ല ഇവിടെ ഒരു UDFിൻ്റെ അട്ടിമറി നേട്ടമുണ്ടാകുമോ? UDF അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? BJP ഒരു മൂന്നാം മുന്നണിയായി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് കണ്ണൂർ ധർമ്മടം സീറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ ഇത്തവണ എന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇടത് കോട്ട എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ച് വരുന്ന വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം നേടുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ധർമ്മടം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് തരം അട്ടിമറിയാണ് 2026 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ദേശീയ തലത്തിൽ നിന്ന് തന്നെ വന്ന സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ധർമ്മടം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ധർമ്മടത്തിൻ്റെ ഒരു ചായ്വ് എങ്ങോട്ടാണ്? ധർമ്മടം ഈ മുൻകാല റിസൾട്ടുകൾ ധർമ്മടം എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത് എന്ന് നോക്കേണ്ടതും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിലത്തെ സിറ്റുവേഷനിൽ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2011 മുതലുള്ള കണക്ക് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു CPIM KK നാരായണൻ വിജയിച്ച് കയറിയ ഒരു സ്ഥലമാണ്. 72,354 വോട്ടുകൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. 53% വോട്ടുകൾ. അവിടെ INCക്ക് മമ്പർ ദിവാകരനാണ് മത്സരിച്ചത്. 57,192 വോട്ടുകൾ നേടി അദ്ദേഹം 42% വോട്ടുകൾ. BJP CP സംഗീത 4,963 വോട്ടുകൾ മാത്രം, 3%-ലേറെ വോട്ടുകളായിരുന്നു. 2016 വരുമ്പോഴത്തേക്കും വീണ്ടും CPIM പിണറായി വിജയനാണ് മത്സരിച്ചത്. 87,329 വോട്ടുകൾ നേടി അദ്ദേഹം 56%-ലധികം വോട്ടുകൾ. INC ദിവാകരനാണ് വീണ്ടും മത്സരിച്ചത്. 50,000-ഓളം വോട്ടുകളാണ് നേടിയത്. അവിടെ 32%-ഓളം വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. BJPക്ക് മോഹനൻ മാനന്തേരിയാണ് മത്സരിച്ചത്. 12,763 വോട്ടുകൾ അദ്ദേഹം അവിടെ നേടി, 8%-ലേറെ വോട്ടുകൾ. ഇവിടെ 2021 വരുമ്പോഴത്തേക്കും CPIM പിണറായി വിജയൻ തന്നെയാണ് വീണ്ടും 95,522 വോട്ടുകൾ നേടി അദ്ദേഹം ഏകദേശം 60% അടുപ്പിച്ച് വോട്ടുകൾ നേടി. INC C രഘുനാഥനാണ് മത്സരിച്ചത്. 45,399 വോട്ടുകളാണ് നേടിയത്, ഏകദേശം 28%-ലധികം വോട്ടുകൾ. അവിടെ BJP പത്മനാഭനാണ് മത്സരിച്ചത്. 14,623 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നേടിയതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഇടത് കോട്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള ഒരു വിജയം നേടാൻ സാധിക്കുന്ന ഒരു സ്ഥലമെന്ന് തന്നെ ധർമ്മടത്തെ സൂചിപ്പിക്കാമെന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ടുകൾ ചെറുതായി കുറഞ്ഞാലും കൂടിയാലും അവിടെ ഇടതുപക്ഷം തന്നെയായിരുന്നു. കഴിഞ്ഞ 3 ടേമിലെയും ആ ഒരു തരത്തിലുള്ള വലിയൊരു ഭൂരിപക്ഷം തന്നെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇടതുപക്ഷം അതോടൊപ്പം തന്നെ വലതുപക്ഷം BJP എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പുറത്തു വന്നതിൽ പിന്നാലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് പുറത്തു വന്നതിൽ പിന്നാലെ ഈ പറയുന്ന തോതിൽ ധർമ്മടത്ത് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന അട്ടിമറി മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും പിണറായി വിജയൻ LDFന് തന്നെയാണ് വിജയസാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2021 നേടിയ ആ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു വോട്ട് മുന്നേറ്റം ഏകദേശം 95,522 വോട്ടുകൾ
രണ്ടാം സ്ഥാനത്ത് നിന്ന് INCക്ക് 45,000 ആയിരുന്നു. നല്ലൊരു വോട്ട് ശതമാന വിജയം, അതായത് ഭൂരിപക്ഷ വിജയം നേടാനായിട്ട് അന്ന് പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടായത് 2016 പക്ഷേ ഈ 2026 വരുമ്പോഴത്തേക്കും ഭൂരിപക്ഷം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി ഈ സർവേ റിസൾട്ട് പറയുന്നു. അതായത് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, പക്ഷേ ഈ പറയുന്ന വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും വോട്ട് ശതമാനം കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പകരം INCക്ക് വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. BJPക്ക് ആയാലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, പക്ഷേ നേരിയ തോതിലുള്ള വോട്ട് വർധനവ് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ പിണറായി വിജയന് ഒരു സേഫ് സോൺ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിജയം ഉറപ്പാണ് എന്ന തരത്തിലാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഭൂരിപക്ഷം ഉണ്ടാകും, പക്ഷേ കഴിഞ്ഞ 2021 ലഭിച്ച ആ ഒരു വോട്ട് ശതമാനം മുന്നേറ്റമോ അത് വിലക്കെടുക്കുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷമോ എത്തിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. 2021 കിട്ടിയ ആ ഒരു വോട്ടിൽ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയാണ് 2026 കാണുന്നത്. പക്ഷേ വിജയം അദ്ദേഹത്തിന് അനിവാര്യമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്, ഇപ്പോൾ പുറത്തു വന്ന ഒരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ ഒരു യഥാർത്ഥ വിധിയെഴുത്ത് എന്താണ്? അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ, അതല്ല ഒരു സേഫ് സോൺ വിജയം അവിടെ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, പക്ഷേ ഭൂരിപക്ഷം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും INC കോൺഗ്രസ്സിന് ഒരു കടുത്ത പോരാട്ടം അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നടത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.